ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ മനോജ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ മോണിറ്ററൊക്കെ വന്നിട്ടുണ്ട്. സമയം കളയാതെ വേഗം അൺബോക്സ് ചെയ്തേക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ആമസോണിൻ്റെ നല്ല പാക്കിങ് കേട്ടോ. ഇത് അഴിക്കണേ തന്നെ 2 ദിവസം വേണ്ടി വരും. ഇതിന് വെളിയിൽ എഴുതിയിരിക്കുന്നില്ലേ, സെസ്റ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. സെസ്റ്റർ എന്ന് പറഞ്ഞാൽ സെബ്രോണിക്സിൻ്റെ തന്നെയാണ്. LED മോണിറ്റർ 48.2 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ മോഡൽ നമ്പർ SEB-V19 HD LED. വേഗം ഈ പ്രോഡക്റ്റ് നമുക്ക് വെളിയിലെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോണിറ്റർ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ പേജിൽ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ പ്രിക്കോഷൻസ് കൊടുത്തിട്ടുണ്ട്. 55 ഡിഗ്രി സെൽഷ്യസ് വരെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെയുള്ള പേജിൽ എക്സ്റ്റേണൽ കൺട്രോൾസിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബുക്ക് നമുക്കൊരു സൈഡിലേക്ക് വച്ചേക്കാം. ഈ കാണുന്ന ബേസാണ്. ഈ ബേസിന് അത്ര മറ്റേ ഡെല്ലിൻ്റെ മോട്ടർ വെച്ച് നോക്കുമ്പം കട്ടി തീരെ കുറവാട്ടോ, വളരെ ലൈറ്റ് വെയിറ്റാണ്. പിന്നെ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു പവർ കോഡുണ്ട്. ഇത് ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ കൂടെയുള്ള സ്റ്റെം എന്ന് പറയുന്ന പാർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോണിറ്റർ. 19 ഇഞ്ചാണ്. ഇതിന് മുകളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കറാട്ടോ. ഇപ്പോൾ മോണിറ്റർ ഓണാക്കി നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അടിക്കണം. ഇവിടെ പ്ലാസ്റ്റിക് പൊളിക്കുന്നില്ല. പിന്നെ ഈ കാണുന്നുണ്ടോ, ഇത് ഇതിൻ്റെ സീലാണ്. സീലെന്ന് വെച്ചാൽ അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ വാറണ്ടി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് വരുമ്പം സംഗതി ബ്രേക്ക് ആണോ നോക്കണം. എന്താ കാര്യം എന്ന് വെച്ചാൽ അത് തമ്മിൽ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ റീഫർബിഷ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് വിശ്വസിക്കാം. അപ്പോൾ തന്നെ സംഭവം റിട്ടേൺ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ബാക്കിൽ HDMIയുടെ ഒരു പോർട്ടുണ്ട്. VGA കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് നീല കളറിൽ കാണുന്നത്. ഇനി സ്റ്റെം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. സ്റ്റെമ്മിൻ്റെ സൈഡിൽ 2 ഗ്രൂവ് ഉണ്ട് കേട്ടോ. അതിവിടെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത ഭാഗമുണ്ട്. ആ ഗ്രൂവും പ്രൊജക്റ്റും അത് തമ്മിൽ അലൈൻ ചെയ്തിട്ട് പ്രസ് ചെയ്യുമ്പം ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കണം. എന്നിട്ട് നമ്മൾ നല്ല ഇത്തിരി വലിച്ചോണം കേട്ടോ, ചിലപ്പോൾ വീഴത്തില്ല. അതുപോലെ തന്നെയാണ് ഈ ബേസ് പ്ലേറ്റിൻ്റെയും കാര്യം. ആ ബേസ് നമുക്ക് അതുപോലെ തന്നെ ഒരു ഗ്രൂവിൻ്റെ 2 ഗ്രൂവും കൂടി കറക്റ്റായിട്ട് ചേരുന്ന സ്ഥലത്ത് നമുക്കത് പ്രസ് ചെയ്ത് അലൈൻ ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസ് അവിടെ ഇരിക്കും. അതുപോലെ തന്നെ എടുക്കണമെങ്കിൽ താഴെ ഒരു ടാബ് പോലെ ഉണ്ട്. ആ പ്ലാസ്റ്റിക് പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബേസിങ് നമുക്ക് ഊരിയെടുക്കാം. ഇനി നമുക്ക് ആ പവർ കേബിൾ ഒന്ന് ഇതിലേക്ക് കണക്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ VGA കേബിളും ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. VGA കേബിളും പവർ കേബിളും ഒക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡ് സർവീസ് ചെയ്യുന്നത് സെബ്രോണിക്സ് തന്നെ കേട്ടോ. അവരുടെ തന്നെ പ്രോഡക്റ്റ് ആണല്ലോ. ഞാൻ എറണാകുളത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ സർവീസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ അവരുടെ ഫോൺ നമ്പറും സർവീസ് സെൻറ്ററിൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ വരുന്നത്. ഓട്ടോ, മെനു, അപ്പ്, ഡൗണ്, പിന്നെ ഏറ്റവും അടി കാണുന്നതാണ് പവർ ബട്ടൺ. ഇനി VGA കേബിൾ കണക്ട് ചെയ്യാനുണ്ട്. VGA കേബിൾ ഞാൻ പഴയത് തന്നെ യൂസ് ചെയ്യുന്നു കേട്ടോ. അതിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പഴയത് തന്നെ യൂസ് ചെയ്യുന്നു. ആ VGA കേബിൾ നല്ലപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ട് പിരിച്ചു കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കളറിൻ്റെ ഡിഫറൻസ് ഒക്കെ കാണിക്കും മോണിറ്ററിൽ. സെബ്രോണിക്സിൻ്റെ മദർ ബോർഡ് തന്നെയാണ് 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മോണിറ്റർ മേടിക്കാൻ കാര്യം കേട്ടോ. ഇത് മൂവിയുടെ പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒരു കളർഫുള്ളായിട്ട് എന്തെങ്കിലും സീൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പം ഉള്ള കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, വലത് സൈഡിൽ നിന്ന്. അതുപോലെ തന്നെ ഇടത് സൈഡിൽ നമ്മൾ നോക്കാം. വലത് സൈഡിൽ മാത്രമേ വലിയ ഡിഫറൻസ് കാണിക്കുന്നുള്ളൂ കേട്ടോ.
ഇടത് സൈഡിൽ അത്ര ഡിഫറൻസ് കാണിക്കുന്നില്ല. ടെൻ80യിലാണ് ഞാൻ ഇത് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് ഉണ്ട് കേട്ടോ. അതും ആ മോണിറ്ററിൻ്റെ കൂടെ തന്നെ മേടിച്ച ഏകദേശം 10 വർഷം പഴക്കമായ ലാപ്ടോപ്പ്. ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് നോക്കാം. ഈ പുതിയ മോണിറ്ററും ഇതും തമ്മിൽ ഇടുമ്പം ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഇവിടെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ പുതിയ മോണിറ്ററിന് ഒരു ചെറിയ യെല്ലോ കളർ കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് കളർ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ല ഒരു ഡെപ്തിൻ്റെ വ്യത്യാസം രണ്ടിലും കാണാൻ സാധിക്കും. ഇതിൽ നമ്മുടെ പുതിയ മോണിറ്ററിനകത്ത് ചെറിയ യെല്ലോയിഷ് കളറാണ് കൂടുതൽ കാണിക്കുന്നത്. മറ്റേതിനകത്ത് കറക്റ്റാണ് അതിൻ്റെ കളേഴ്സൊക്കെ. ഇനി ഈ കാണുന്നുണ്ടല്ലോ, എൻ്റെ ഒരു ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ ചാനൽ, ഓയിൽ ആർട്ട് വർക്ക് എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ പോസ്റ്ററാട്ടോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോഴും എൻ്റെ ഞാൻ ഇട്ടിരിക്കുന്ന ആ ബനീൻ്റെ കളർ ഇതിനകത്തൊരു റെഡ് കളർ കൂടുതലാണ്. ഇത് കറക്റ്റ് കളറാണ് ഈ ലാപ്ടോപ്പിനകത്ത്. പിന്നെ എൻ്റെ മോണിറ്ററിൽ നോക്കുമ്പം ഒരു യെല്ലോ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ലേഡിയുടെ തുണിക്കകത്ത് ഒരു വയലറ്റ് കളറാണ് ഷെയ്ഡാണ് വരുന്നത്. അതല്ല, വയലറ്റ് അല്ല, ബ്ലൂ തന്നെ ശരി. അതല്ല, മോണിറ്ററിനകത്ത് ലാപ്ടോപ്പിനകത്ത് കറക്റ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും സൈഡ് വ്യൂ ഒന്ന് നോക്കാം, സൈഡിൽ കൂടെ എങ്ങനെ രണ്ട് കാണിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഈ ഒരു യെല്ലോയിഷ് കളറ് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഗ്രാഫിക്സ് ഡിസൈനേഴ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അറിയാവുന്ന കാര്യമായിരിക്കും, ചില അറിയത്തില്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പം ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. എല്ലാവരും മോണിറ്റർ മേടിച്ച് കഴിഞ്ഞ് കളർ ഭയങ്കര വ്യത്യാസമാണ്, ഡെപ്ത് ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ട് എങ്ങനെ അത് സെറ്റ് ചെയ്യണമെന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.